ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീരാമചന്ദ്രായ പരമജഗദ്ഗുരുവേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീയൂഷതുല്യങ്ങൾ കേൾക്കയാൽ ക്രോധതാമ്രാക്ഷനായി വാളുമായി തൽക്കളം ഛേദിപ്പൻ പിന്നൊരുമ്പെട്ട് ചൊല്ലിയിടിനാൻ. നിന്നെ വെട്ടിക്കളഞ്ഞിട്ട് ഇനിക്കാര്യങ്ങൾ പിന്നെ എല്ലാം വിചാരിച്ചു കൊള്ളാമിടൂ. കാലനേമിവധം കാലനേമി ക്ഷണതാചരണം നേരം മൂലമെല്ലാം വിചാരിച്ച് ചൊല്ലിയിടിനാൻ. രാക്ഷസരാജ ദുഷ്ടാത്മൻ മതിമതി രൂക്ഷ സ്വഭാവം ഇതുകൊണ്ട് കിംഫലം. നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പതിന് എന്നോട് സൽഗതിക്കെന്ന് ധരിക്ക നീ. സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന് ഞാൻ അദ്യ സംയുക്തനായേ മടിയാതെ എന്നു പറഞ്ഞു ഹിമാദ്രി പാർശ്വേ ഭൃശം ചെന്നിരുന്നാൻ മുനിവേഷമായി തൽക്ഷണേ. കാണായതാശ്രമം മായാവിരചിതം നാനാമുനിജന സേവിതമായതം ശിഷ്യജനപരിചാരക സംയുത ഋഷ്യാശ്രമം കണ്ടു വായുതനയനും ചിന്തിച്ചു നിന്നാൻ. ഇവിടെ ഒരാശ്രമം എന്തുമൂലം പണ്ട് കണ്ടിട്ടുമില്ല ഞാൻ. മാർഗവിഭ്രംശം വരികയോ കേവലം ഓർക്കണമെൻ മനോവിഭ്രാമം അല്ലല്ലീ. മാർഗവിഭ്രംശം വരികയോ കേവലമോർക്കേണമെൻ മനോവിഭ്രമം അല്ലല്ലീ. നാനാപ്രകാരവും താപസനെ കണ്ട് പാനീയപാനവും ചെയ്ത് ദാഹം തീർത്ത് കാണാം മഹൌഷധം നിൽക്കും അത്യുന്നതം ദ്രോണാചലം രഘുപുങ്കവാനുഗ്രഹാൽ. ഇതം നിരൂപിച്ചൊരു യോജനായതം വിസ്താരമാണ്ഡം മായാശ്രമമശ്രമം രംഭാപനസ ഖർജുരകേരാമ്രാതി സമ്പൂർണം അത്യച്ഛതോയവാപീയൂതം കാലനേമിത്രിയാമാചരണം തത്ര ശാലയിൽ സദസ്യാദികളോടും ഇന്ദ്രയാഗം ദൃഢമാമാരനുഷ്ഠിച്ച് ചന്ദ്രചൂഡപ്രസാദം വരുത്തിയിടുവാൻ ഭക്ത്യാ ശിവപൂജയും ചെയ്തു വാഴുന്ന നക്തഞ്ചരേന്ദ്രനാം താപസശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തുടൻ ജഗൽ പ്രാണതനയനും ഇങ്ങനെ ചൊല്ലിനാൻ. രാമദൂതോഹം ഹനുമാനിധി മമ നാമം പവനജനൻ അഞ്ജനാനന്ദനൻ. രാമകാര്യാർത്ഥമായി ക്ഷീരാംബുരാശിക്ക് സാമോദമിന്നു പോകുന്നു തപോനിധേ. ദേഹരക്ഷാർത്ഥം ഇവിടേക്ക് വന്നത് ദാഹം കുറഞ്ഞ് തണ്ണീർ കുടിച്ചിടുവാൻ എങ്ങു ജലസ്ഥലമെന്നരുൾ ചെയ്യണം. എങ്ങുമേ പാർക്കരുതെന്നൻ മനോഗതം. മാരുതി ചൊന്നത് കേട്ട് നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിയിടിനാൻ. മാമകമായ കമണ്ഡലുസ്ഥം ജലമാമയം തീരുവോളം കുടിച്ചിടുക. പക്വഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞൊന്നുറങ്ങുക. ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനി ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദിവ്യദൃശ കണ്ടറിഞ്ഞിരിക്കുന്നത് സുവ്യക്തമായതുകൊണ്ട് ചൊല്ലിയിടുവൻ.
വാനരന്മാരും സുമിത്രാതനയനും മാനവീരൻ നിരീക്ഷിതരാകയാൽ മോഹവും തീർന്ന് എഴുന്നേറ്റിതെല്ലാവരും ആഹവത്തിനൊരുമിച്ച് നടന്നിടിനാർ. യുദ്ധമാകർണ്യ ചൊന്നാൽ കവി പുങ്കവനത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ. പാരം പെരുതുമേ ദാഹമത് കൊണ്ട് പോരാ കമണ്ടലു സംസ്ഥിതമാം ജലം. വായുതനേനേവം ചെന്ന നേരത്തുമായ വിരചിതനായ പടിവിനെ തോയാകരം ചെന്ന് കാട്ടിക്കൊടുക്കുന്നു. ഭൂയോ മുതാ കാലനേമിയും ചൊല്ലിനാൻ. നേത്രനിമീലനം ചെയ്ത് പാനീയവും പീത്വാമമാന്തികം പ്രാപിക്കാൻ സത്വരം. എന്നാൽ നിനക്ക് ഔഷധം കണ്ടുകിട്ടുവാൻ ഇന്ന് നല്ലൊരു മന്ത്രോപദേശം ചെയ്വൻ എന്നത് കേട്ട് വിശ്വാസേന മാരുതി ചെന്നാൻ. അയച്ച പടുവിനോടും മുതാ കണ്ണുമടച്ചു പാപീതടം പ്രാപിച്ച് തണ്ണീർ കുളിപ്പാൻ തുടങ്ങും ദശാന്തരെ. വന്നു ഭയങ്കരിയായ മകരെയും ഉന്നതനായ മഹാകവിവീരനെ തിന്നു കളയുവാൻ ഒരുമ്പെട്ട നേരത്ത് കണ്ണുമിഴിച്ചു കപീന്ദ്രനും നോക്കിനാൻ. വക്രം പിളർന്നു കണ്ടു ഒരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ട് പിളർന്നാൻ കപിവരൻ. ദേഹം ഉപേക്ഷിച്ച് മേൽപോട്ടു പോയത് ദേഹി മിന്നൽ പോലത അത്യത്ഭുതം. ദേഹിയും മിന്നൽ പോലെ തദത്യത്ഭുതം. ദിവ്യവിമാനദേശേ കണ്ടിതം നേരം ദിവ്യരൂപത്തോടു നാരീമണിയും ചേതോഹരാംഗിയാം അപ്സര സ്ത്രീമണി വാദാത്മജനോട് ചൊന്നാൾ അതു നേരം. നിന്നുടെ കാരുണ്യം ഉണ്ടാകയാൽ എനിക്കിന്ന് വന്നു ശാപമോക്ഷം കവീവരാ. മുന്നമൊരപ്സര സ്ത്രീ ഞാനൊരു മുനി തന്നുടെ ശാപേന രാക്ഷസിയായതും ധന്യമാലീതീമേ നാമം മഹാമതേ. മാന്യനാം നീയൊന്ന് ധരിക്കണം അത്ര പുണ്യാശ്രമേ. നീ കണ്ടതപോ താപസൻ നക്തഞ്ചരൻ കാലനേമി മഹാഖലൻ. രാവണ പ്രേരിതനായി വന്നിരുന്നവൻ താപകമാർഗ വിഘ്നം വരുത്തിയിടുവാൻ. താപസവേഷം ധരിച്ചിരിക്കുന്നത് താപസദേവ ഭൂദേവാദിഹിംസകൻ. ദുഷ്ടനെ വേഗം വധിച്ചു കളഞ്ഞിനി പുഷ്ടമോദം ദ്രോണപർവ്വതം പ്രാപിച്ച ദിവ്യൌഷധങ്ങളും കൊണ്ടങ്ങ് ചെന്നിനി ക്രവ്യാതവംശം അശേഷമൊടുക്കുക. ഞാനിനി ബ്രഹ്മലോകത്തിന് പോകുന്നു വാനരവീര കുശലം ഭവിക്കതേ. പോയാളിവണ്ണം പറഞ്ഞവൾ മാരുതി മായാവിയാം കാലനേമി തന്നന്തികെ ചെന്നാൻ. അവനോട് ചൊന്നാൻ അസുരനും വന്നിടുവാൻ ഇത്ര വൈകിയതെന്തടു. കാലമിനി കളയാതെ വരിക നീ മൂലമന്ത്രോപദേശം ചെയ്യുവനാശു ഞാൻ. ദക്ഷിണയും തന്ന് അഭിവാദ്യവും ചെയ്യുക ദക്ഷനായി വന്നു കൂടും ഭവാൻ നിർണയം. തൽക്ഷണേ മുഷ്ടിയും ബുദ്ധ്വാ ദൃഢതരം രക്ഷപ്രവരോത്തമാങ്കേ കവിവരൻ. ഒന്നടിച്ചാനത് കൊണ്ടവനും തഥാ ചെന്ന് പുക്കിയിടിനാൻ ധർമ്മരാജാലയം. ദിവ്യൌഷധഫലം ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധവും ഔഷധാവാസം ഋഷഭാദ്രിയും കണ്ടിതൗഷധം ഒന്നുമേ കണ്ടതുമില്ലല്ലോ. കാണാഞ്ഞു കോപിച്ചു പർവ്വതത്തെ പറിച്ച് ഏണാങ്കബിംബം കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്ന് അൻപോട് രാഘവൻ മുമ്പിൽ വച്ചിണ്ടൽ തീർത്തിയിടിനാൻ വൻപടയ്ക്കന്നേരം. കൊണ്ടൽ നേർവർണ്ണനും പ്രീതി പൂണ്ടാൻ നീലകണ്ഠനുമാനന്ദമായി വന്നിതേറ്റവും
ഔഷധത്തിൽ കാറ്റ് തട്ടിയ നേരത്ത് ദോഷമകന്നെഴുന്നേറ്റതെല്ലാവരും മുന്നമിരുന്ന വണ്ണം തന്നെയാക്കണം. ഇന്നു തന്നെ ശൈലമില്ലൊരു സംശയം, അല്ലായെങ്കിൽ എങ്ങനെ രാത്രി നീഞ്ചരബലം കൊള്ളുന്നതെന്ന് അരുൾ ചെയ്തോരനന്തരം കുന്നുമെടുത്തുയർന്നാൻ കവി പുങ്കവൻ വന്നാനര നിമിഷം കൊണ്ട് പിന്നെയും യുദ്ധേ മരിച്ച നിശാചരന്മാരുടെ നക്തഞ്ചരേന്ദ്ര നിയോഗേന രാക്ഷസർവാരാനിധിയിലിട്ടിനാരെന്നതു കാരണം ജീവിച്ചതില്ല രക്ഷോഗണം. മേഘനാഥവധം. രാഘവന്മാരും മഹാകപിവീരരും ശോകമകന്ന് തെളിഞ്ഞു വാഴും വിധോ മർക്കട നായകന്മാരോട് ചൊല്ലിനാൻ, അർക്കതനേനും അങ്കദനും തഥാ നിൽക്കരുതാരും പുറത്തിനി. വാനരരൊക്കെ കടക്ക മുറിക്ക മതിലുകൾ വൈക്ക, ഗൃഹങ്ങളിലൊക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്കതിരുതരെ. കൂപതടാകങ്ങൾ തൂർക്ക കിടങ്ങുകൾ ഗോപുരദ്വാരാവധി നിരത്തിയിടുക. മിക്കതുമൊക്കെ ഒടുങ്ങി നിശാചരരുൾ കരുത്തുള്ളവർ ഇന്നുമുണ്ടെങ്കിലോ വെന്തു കുറഞ്ഞാൽ പുറത്തു പുറപ്പെടും. അന്തകൻ വീട്ടിനയക്കാമനുക്ഷണം എന്നത് കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ട് ചെന്ന് തരുതരെ വെച്ച് തുടങ്ങിനാർ. പ്രാസാദ ഗോപുര ഹർമ്മ്യഗേഹ്യങ്ങളും കാസീസകാഞ്ചന രൂപ്യ താമ്രങ്ങളും ആയുധശാലകൾ ആഭരണങ്ങളും ആയതനങ്ങളും മജ്ജനശാലയും വാരണവൃന്ദവും വാജ്യസമൂഹവും തേരുകളും വെന്തു വെന്തു വീണിയിടുന്നു. സ്വർഗലോകത്തോളം എത്തി ദഹനനും ശക്രനോടങ്ങറിയിച്ചാൻ അനാകുലം. മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചൊരു ലങ്കാപുരം ഭൂതിയായി വന്നിത്. രാത്രിഞ്ചര സ്ത്രീകൾ ബന്ധലറിപ്പാഞ്ഞു മാർത്തി മുഴുത്ത തരിതരച്ചാകയും മാർത്താണ്ഡ ഗോത്രജനാകിയ രാഘവൻ കൂർത്തമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും ഗോത്രാരിജിത്ത് ജയിച്ചതും എത്രയും പാർത്തോളം അത്ഭുതമെന്ന് പറയുകയും രാത്രിഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും വാനരന്മാർ നിന്നലർന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുർജാനാദഘോഷവും ആനകൾ ബന്ധലെറിയിടുന്ന ഘോഷവും ദീനത പൂണ്ട ദുർഗങ്ങൾ നാദവും സന്തതം തിങ്ങി മുഴങ്ങി ചമഞ്ഞത് ചിന്തമെഴുത്ത് ദശാനന വീരനും കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശു നീ പോകുന്ന ചൊല്ലിനാൻ. തമ്പിയായുള്ള നികുംഭനും അന്നേരം മുമ്പിൽ ഞാനെന്ന് മുതിർന്നു പുറപ്പെട്ടാൻ. കമ്പനൻ താനും പ്രജംഘനും എത്രയും വൻപുള്ള യൂപാക്ഷനും ശൂണിതാക്ഷനും വൻപടയോടും പുറപ്പെട്ടു ചെന്നളവാൻ ഇമ്പം കലർന്നെടുത്താർ കപിവീരരും. രാത്രിയിലാർത്തങ്ങടുത്തു പൊരുതൊരു രാത്രിഞ്ചരന്മാർ തെരച്ചാകയും കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ട് കവികളും ഗാത്രങ്ങൾ ഭേദിച്ച് ധാത്രിയിൽ വീഴുകയും ഏറ്റുപിടിച്ചും ഇടിച്ചും അടിച്ചും അങ്ങൂറ്റം നടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം മുഴുത്തു പറിച്ചും മരാമരം തോറ്റുപോകായികെന്ന് ചൊല്ലിയടുക്കയും വാനര രാക്ഷസന്മാർ പൊരുതാ അഭിമാനം നടിച്ചും ത്യജിച്ചും കളേബരം 4-5 നാഴിക നേരം പൊരുതപ്പോൾ കാലപുരി ബുക്കിതേറ്റ രക്ഷോഗണം. കമ്പനൻ വൻപോടെടുത്താനത് നേരം അമ്പു കൊണ്ടേറ്റം അകന്നു കവികളും കമ്പം കലർന്നൊഴിച്ചാരത് കണ്ടത ജംഭാരി നന്ദ
മൈന്ദനപുത്രനും കോപിച്ചു. കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിൻപേ തുടർന്നടുത്താൻ പ്രജംഘനും യൂഭാഷനും തഥാ ശോണിതനേത്രനും കോപിച്ചെടുത്താരതു നേരം അംഗദൻ കൗണവന്മാർ മൂവരോടും പൊരുതദക്ഷിണനെ വന്നിതു. ബാലിതനയനും മൈന്ദനുമാശു വിവിധനുമായി തത്ര മന്ദേതരം വന്നടുത്താർ അതുനേരം കൊന്നാൻ പ്രജംഘനെ താരേയനുമഥ പിന്നെ യൗവണ്ണം വിവിധൻ മഹാബലൻ കൊന്നിത് ശോണിത നേത്രനെയും അഥ മൈന്ദനൻ യൂഭാഷനെ കൊന്നു വീഴ്ത്തിനാൻ. നക്തഞ്ചരവരന്മാരവർ നാൽവരും മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭനണഞ്ഞ് ശരം പൊഴിച്ചിടിനാൻ. പൻപരാം വാനരന്മാരൊക്കെ മണ്ടിനാർ. സുഗ്രീവനും തേരിലാമാർ ചാടി വീണു ഗ്രതയുടവൻ വിൽകളഞ്ഞിടിനാൻ. മുഷ്ടി യുദ്ധം ചെയ്ത നേരത്ത് കുംഭനെ പെട്ടെന്ന് എടുത്തെറിഞ്ഞിടിനാൻ. അബ്ധിയിൽ വാരാനിധിയും കലക്കി മുറിച്ചതി ഘോരനാം കുംഭൻ കരേറി വന്നിടിനാൻ. സൂര്യാത്മജനും അത് കണ്ടു കോപിച്ച് സൂര്യാത്മജാലയത്തിനയച്ചിടിനാൻ. സുഗ്രീവൻ അഗ്രജനെ കൊന്ന നേരം അത്യുഗ്രൻ നികുംബൻ പരിഘവുമായുടൻ സംഹാരരുദ്രനെ പോലെ രണാചിരെ സിംഹനാദം ചെയ്തെടുത്താൻ. അതുനേരം സുഗ്രീവനെ പിന്നിലിട്ടു വാദാത്മജനഗ്രേ ചെറുത്താൻ. നികുംഭനെ തൽക്ഷണേ മാരുതി മാറിലടിച്ചാൻ. നികുംഭനും പാരിൽ നുറുങ്ങി വീണു തൽപരിഖവും. ഉത്തമാംഗത്തെ പറിച്ചെറിഞ്ഞാൻ അതിക്രുദ്ധനായൊരു ജഗൽ പ്രാണപുത്രനും. പേടിച്ചു മണ്ടിനാർ ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നടുത്താർ കവിവീരരും. ലങ്കയിൽ പൂക്കടച്ചാരവരും ചെന്ന് ലങ്കേശനോട് അറിയിച്ച അവസ്ഥകൾ. കുംഭാദികൾ മരിച്ചോരു ദന്തം കേട്ട് ജംഭാരി വൈരിയും ഭീതി പൂണ്ടിയിടിനാൻ. പിന്നെ ഖരാത്മജനാം മകരാക്ഷനോട് അന്യൂന കോപേന ചൊന്നാൻ ദശാനനൻ. ചെന്ന് നീ രാമാദികളെ ജയിച്ചിങ്ങി വന്നിടുകെന്ന നേരം മകരാക്ഷനും തന്നോട് സൈന്യസമേതം പുറപ്പെട്ട് സന്നാഹമോടുമടുത്തു രണാങ്കണേ. പന്നകതുല്യങ്ങളായ ശരങ്ങളെ വന്നീകീലാകാരമായി ചൊരിഞ്ഞിടിനാൻ. നിന്നു കൂടാഞ്ഞു ഭയപ്പെട്ടു വാനർ ചെന്ന ഭയം ധരിക്കുന്ന രാമാന്തികയെ നിന്ന് പറഞ്ഞത് കേട്ടളവേ രാമചന്ദ്രനും വില്ലും കുഴിയെ കുലച്ചുടൻ വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോട് നിലന്നണഞ്ഞ് ബാണങ്ങൾ തൂകിയിടിനാൻ. ഒന്നിനൊന്നൊപ്പമെയ്താൻ മകരാക്ഷനും ഭിന്നമായി ശരീരം കമലാക്ഷനും. അന്യോന്യമൊപ്പം പൊരുതി നിൽക്കുന്ന നേരം ഒന്ന് തളർന്ന് ചാമഞ്ഞോ ഖരാത്മജൻ. അപ്പോൾ കൊടിയും കുടയും കുതിരയും കൽപ്പാണി തന്നിലിരുന്നൊരു ചാപവും തേരും പൊടിപെടുത്താനെയ്ത് രാഘവൻ സാരഥി തന്നെയും കൊന്നാൻ. അതുനേരം പാരിലാമാറ് ചാടി ശൂലവും കൊണ്ട് പാരമെടുത്ത മകരാക്ഷനെ തഥാ പാവകാസ്ത്രം കൊണ്ട് കണ്ഠവും ഛേദിച്ചു. ദേവകൾ കാപത്തുമുട്ട് തീർത്തിയിടിനാൻ. രാവണി താനതറിഞ്ഞു കോപിച്ചു വന്നേവന്റെയും പൊരുതാശു പുറത്താക്കി രാവണനോടറിയിച്ചാൻ. അത് കേട്ട് ദേവകുലാന്തകനാകിയ രാവണൻ ഈരേഴു ലോകം നടക്കുംപടി പരിചാരകന്മാരോടുകൂടി പുറപ്പെട്ടാൻ. അപ്പോൾ അത് കണ്ടു മേഘനിനാഥനും തൽപാദയുഗ്മം പണിഞ്ഞു ചൊല്ലിയിടിനാൻ.
ഇപ്പോൾ അടിയൻ അരികളെ നിഗ്രഹിച്ചുൾ പൂവിലുണ്ടായ സങ്കടം പോക്കുവൻ. അന്തഃപുരം ബുക്കിരുന്നരുളിയിടുക, സന്താപം ഉണ്ടാക്കരുത് ഇത് കാരണം. ഇതം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു വൃത്രാരിജിത്തും പുറപ്പെട്ടു പോരിനായി. യുദ്ധോദ്യമം കണ്ട സൗമിത്രി ചെന്ന് കാകുൽസ്ഥനോടിത്തം ഉണർത്തിച്ചരുളിനാൻ. നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കവിവരന്മാരെയും നമ്മയും വസ്ത്രങ്ങളെ തുടർന്ന് അന്തം വരുത്തുന്നത് എത്ര നാളേക്കു പൊറുക്കേണമിങ്ങനെ. ബ്രഹ്മാശ്രമേത് നിശാചരന്മാർ പോലും ഉന്മൂലനാശം വരുത്തുക സത്വരം. സൗമിത്രി ചൊന്ന വാക്കിങ്ങനെ കേട്ടത് രാമഭദ്രസ്വാമിതാനും അരുൾ ചെയ്തു. ആയോധനത്തിങ്കലോടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ട് പാദാന്തികെ വന്ന് വീഴുന്നവരോടും പൈതാമഹാസ്ത്രം പ്രയോഗിക്കരുതടൂ. പാതകമുണ്ടാമതല്ലായിലേവനും ഞാനിവനോട് പോർ ചെയ്വനെല്ലാവരും ദീനതയെന്നിയെ കണ്ടു നിന്നിടുവിൻ എന്നരുൾ ചെയ്ത് വില്ലും കുലച്ചന്തികയെ സന്നദ്ധനായത് കണ്ടൊരു രാവണി തൽക്ഷണേ ചിന്തിച്ച് കൽപ്പിച്ച് ലങ്കയിൽ പുക്കും മായ സീതയെ തേരിൽ വെച്ചുടൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ട് നിശ്ചലനായി നിന്ന നേരം കവികളും തേരിൽ മായാ സീതയെ കണ്ട് ദുഃഖിച്ചു. മാരുതിദാനം പരവശനായിതു. വാനരവീരരെല്ലാവരും കാണവേ ജാനകി ദേവിയെ വെട്ടിനാൻ നിർദ്ദയം. അയ്യോ വിഭോ രാമ രാമേതി വാവിട്ടു മയ്യൽ മിഴിയാൾ മുറ വിളിച്ചിടിനാൾ. ചോരയും പാരിൽ പരന്നിതത് കണ്ടു മാരുതി ജാനകി എന്ന് തേറിയിടിനാൻ. ചോരയും പാരിൽ പരന്നിതത് കണ്ടു മാരുതി ജാനകി എന്ന് തേറിയിടിനാൻ. ശോഭയില്ലേതു നമുക്കിനി യുദ്ധത്തിനാപത്തിതിൽ പരമെന്തുള്ളത് ഈശ്വര. നാമിനി വാങ്ങുക സീതാവധം മമ സ്വാമി തന്നോടുണർത്തിപ്പാൻ കവികളെ ശാഖാമൃതാധിപന്മാരെയും വാങ്ങിച്ച് ശോകാതുരനായ മാരുതനന്ദനൻ ചെല്ലുന്നത് കണ്ട് രാഘവനും തഥാ ചൊല്ലിനാൻ ജാമ്പവാൻ തന്നോട്. സാകുലം മാരുതി എന്തുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നത്? പോരിൽ പുറം തിരിഞ്ഞിടുമാറില്ലവൻ. നീ കൂടെ അങ്ങ് ചെന്നിടുക സത്വരം. ലോകേശൻ നന്ദന പാർക്കരുതേതുമേ. യുദ്ധമാകർണി വിധിസുതനും കവി സത്തമന്മാരുമായി ചെന്ന് ലഘുതരം എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോന്നത് ഭവാൻ? എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോന്നത് ഭവാൻ? ബന്ധമെന്തങ്ങോട്ട് തന്നെ നടക്ക നീ എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാനെന്ന് പേടിച്ചു വാങ്ങിയിടുകയില്ല ഞാൻ. ഉണ്ടൊരവസ്ഥയുണ്ടായിട്ടിത് ഇപ്പോഴേ ചെന്ന് ജഗൽ സ്വാമിയോട് ഉണർത്തിക്കണം. പൂരിക നീയും ഇങ്ങോട്ടിനി എന്നുടൻ മാരുതി ചൊന്നത് കേട്ടവൻ താനുമായി ചെന്ന് തൊഴുന്നത് ഉണർത്തിച്ചത്. മൈഥിലി തന്നോട് നാശവൃത്താന്തമെപ്പേരുമേ. മോഹിച്ചു ഭൂമിയിൽ വീണ് രഘൂത്തമൻ സൗമേത്രിതാനും അന്നേരം തിരുമുടി ചെന്നു മടിയിലെടുത്ത് ചേർത്തിയിടിനാൻ. മന്നവൻ തൻ പദമഞ്ജനാപുത്രനും ഉത്സംഗസിയും ചേർത്താനത് കണ്ട് നിസ്സഞ്ജരായൊക്കവേ നിന്നു കവികളും ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി. കുമാരനും എന്തൊരു ദോഷമുണ്ടായതെന്നാത്മനി ചിന്തിച്ചവിടേക്ക് വന്നു വിഭീഷണൻ. ചോദിച്ച നേരം കുമാരൻ പറഞ്ഞിതു മാതരിസ്വാത്മജൻ ചൊന്ന
വൃത്താന്തങ്ങൾ. കൈയിണ കൊട്ടിച്ചിരിച്ചു വിഭീഷണൻ. അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭൂ, ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കലാരുമുണ്ടായൊരാ. മായാനിപുണനാം മേഘനിനാഥനിക്കാര്യം അനുഷ്ഠിച്ചതെന്തേനെന്നാശകൾ. മർക്കടന്മാർ ചെന്നുപദ്രവിച്ചിടാതെ തർക്കത്തിലാശ നികുംബുലയിൽ ചെന്ന്, മർക്കടന്മാർ ചെന്ന് ഉപദ്രവിച്ചിടാതെ തർക്കത്തിലാശു നികുംബലയിൽ ചെന്ന് കുക്കുടൻ തന്നോട് ഹോമം കഴിപ്പതിനായിക്കൊണ്ട് കണ്ടൊരുപായം അത്യത്ഭുതം. ചെന്നിനി ഹോമം മുടക്കണം, അല്ലായെങ്കിലെന്നും അവനെ വധിക്കരുതാർക്കുമേ. രാഘവസ്വാമിൻ ജയ ജയ, മാനസേ വ്യാകുലം തീർന്നെഴുന്നേൽക്ക ദയാനിധേ. ലക്ഷ്മണനും അടിയനും കവികുല മുഖ്യപ്രവരരുമായിട്ട് പോകണം. ഓർത്തു കാലം കഴിഞ്ഞിടരുതേതുമേ യാത്ര അയക്കണമെന്ന് വിഭീഷണൻ ചെന്നത് കേട്ടളവ് ആലസ്യവും തീർന്നു മന്നവൻ പോകാൻ അനുജ്ഞ നൽകിയിടിനാൻ. വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്ത് കൃതാർത്ഥനായി ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസ പുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്ന് ദശഗ്രീവൻ നന്ദനൻ തന്നെയും കൊന്നുവരികെന്ന അനുഗ്രഹം നൽകിനാൻ. ലക്ഷ്മണനോട് മഹാകവിസേനയും രക്ഷോവരനും നടന്നാനത് നേരം മൈന്ദൻ വിവിധൻ സുഷേണൻ നളൻ നീലൻ ത്രാത്മജാത്മജൻ കേസരിതാരനും ശൂരൻ വൃഷഭൻ ശരഭൻ വിനതനും ധീരൻ പ്രമാധി ശതബലി ജാമ്പവാൻ വാദാത്മജൻ വേഗദർശി വിശാലനും ജ്യോതിർമുഖൻ ദുർമുഖൻ സുമുഖൻ ബലിശ്വേതൻ ദധിമുഖൻ അഗ്നിമുഖൻ ഗജൻ മേതുരൻ ധൂമ്രൻ ഗവേൻ ഗവാക്ഷനും മാറ്റും ഇത്യാദി ചൊല്ലുള്ള കവികളും ചുറ്റും നടന്നത് ലക്ഷ്മണൻ തന്നോടും മുമ്പിൽ നടന്ന് വിഭീഷണൻ താനുമായി ചെന്ന് നികുംബില പുക്കു നിറഞ്ഞിതു. നക്തഞ്ചരന്മാരവരെ ചുഴവേ നിർത്തി ഹോമം തുടങ്ങിയിടിനാൻ. രാവണി കല്ലും മലയും മരവും എടുത്തുകൊണ്ട് എല്ലാവരുമായെടുത്തു. കവികളും ഏറ്റുമേറും കൊണ്ട് വീണു തുടങ്ങിനാൻ. അറ്റമില്ലാതൊരോ രാക്ഷസവീരരും മുറ്റുകയില്ല ഹോമം നമുക്കിങ്ങനെ പത്തലരെ ചെറ്റകറ്റി ഒഴിഞ്ഞെന്ന് കൽപ്പിച്ച് രാവണി വില്ലും ശരങ്ങളും കൽപ്പോടെടുത്ത് പോരെന്ന് അടുത്തിടിനാൻ. മുമ്പിൽ വേഗം പൂണ്ടെടുക്കുന്ന മാരക സംഭവം തന്നെ തടുത്ത് നിർത്തിയിടിനാൻ. വന്നു നികുംബിലയാൽ മേലേറി നിന്ന് ദശാനനപുത്രനും അന്നേരം കണ്ട് വിഭീഷണൻ സൗമിത്രി തന്നോട് കുണ്ടത് തീർത്ത് പറഞ്ഞു തുടങ്ങിനാൻ. വീര കഴിഞ്ഞീല ഹോമവനെങ്കിൽ നേരെ വെളിച്ചത്ത് കണ്ടുകൂടാ ദൃഢം. മാരുതനന്ദനൻ തന്നോട് കോപിച്ച് നേരിട്ട് വന്നത് കണ്ടതില്ലേ ഭവാൻ. മൃത്യു സമയമടുത്ത് ദേവനിന്നിനി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ. യുദ്ധം വിഭീഷണൻ ചെന്ന നേരത്ത് സൗമിത്രിയും അസ്ത്രശസ്ത്രങ്ങൾ തൂക്കിയിടിനാൻ. പ്രത്യസ്ത്രശസ്ത്രങ്ങൾ കൊണ്ട് തടുത്ത് ഇന്ദ്രജിത്തും അത്യർത്ഥം അസ്ത്രങ്ങൾ എഴുതിയിടിനാൻ. അപ്പോൾ കഴുത്തിലെടുത്ത് മുതൽ സുതൻ പനമോദം കുമാരനെ സാദരം ലക്ഷ്മണ പാർശ്വേ വിഭീഷണനെ കണ്ട് തൽക്ഷണം ചൊന്നാൻ. ദശാനന പുത്രനും രാക്ഷസജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാൽ പിതൃവ്യനല്ലോ മമ കേവലം. പുത്രമിത്രാദിവർഗത്തെ ഒടുക്കുവാൻ ശത്രുജനത്തിന് ഭൃത്യനായി ഇങ്ങനെ നിത്യവും വേല ചെയ്യുന്ന തോർത്തിയിടിനാൽ എത്രയും നന്നതേ ചൊല്ലാവൂ. ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്ക് പാർത്ത് കണ്ടേതും ഗതിയില്ല നിർണയം.
ഊർധ്വലോകപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം. ശാസ്ത്രജ്ഞനാം നീ കുലത്തെ ഒടുക്കുവാൻ ആശയ വേല ചെയ്യുന്നതും അത്ഭുതം എന്നത് കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ. നന്നു നീയും നിൻ പിതാവും അറിക, നീ വംശം മുടിക്കുന്നതിന് നീ ഏതിന് സംശയമില്ല വിചാരിക്കുക മാനസേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഇന്ന് ഞാൻ അംശുമാലി കുലനായകാനുഗ്രഹാൽ ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേരം മങ്ങാതെ ബാണങ്ങൾ തൂകയെ കുമാരനും. ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കും നേരം മങ്ങാതെ ബാണങ്ങൾ തൂകി കുമാരനും. എല്ലാം അതെയ്തു മുറിച്ചു കളഞ്ഞഥ ചൊല്ലിനാനാശ സൗമിത്രി തന്നോടവൻ. 2 ദിനം മമ ബാഹു പരാക്രമം കണ്ടതില്ലേ നീ കുമാര, വിശേഷിച്ചും കണ്ടുകൊള്ളല്ലായിരുന്നു ഞാൻ നിന്നുടൽ കൊണ്ട് ജന്തുക്കൾക്ക് ഭക്ഷണമാക്കുവൻ. യുദ്ധം പറഞ്ഞ 7 ബാണങ്ങൾ കൊണ്ട് സൗമിത്രിയുടെ മേൽ കീറിനാനേറ്റവും 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ച് സത്വരം. പിന്നെ വിഭീഷണൻ തന്നെയും 100 ശരമെയ്തു വാനരവീരരുമേറെ മുറിഞ്ഞു വശം കെട്ടു വാങ്ങിനാർ. തൽക്ഷണേ ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിനാൻ ചക്രാരിമേനിമേൽ. വൃത്രാരിജിത്തും ശരസഹസ്രേണ സൗമിത്രിക കവചം നുറുക്കിയിടിനാൻ. രക്താഭിഷിക്ത ശരീരികളായത് നത്തഞ്ചരയനും സുമിത്രാതനയനും പാരമടുത്തഞ്ചു ബാണം പ്രയോഗിച്ച് തേരും പൊടിച്ചു കുതിരകളെ കൊന്ന് സാരഥി തൻ്റെ തലയും മുറിച്ച് അതിസാരമായൊരു വില്ലും മുറിച്ചിടിനാൻ. മറ്റൊരു ചാപമെടുത്ത് കുലച്ചവൻ അറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ. പിന്നെ 3 അമ്പെയ്ത് അതും മുറിച്ചിടിനാൻ. മന്നവൻ പങ്ക്തി കൊണ്ട് ആത്മജലം നേരം ഊറ്റമായൊരു വില്ലും കുഴിയെ കുലച്ച് ഏറ്റം അടുത്ത് ബാണങ്ങൾ തൂകിയിടിനാൻ. സത്വരം ലങ്കയിൽ പുക്ക് തേരും പൂട്ടി വിദ്രുതം വന്നിതു രാവണപുത്രനും. ആരും അറിഞ്ഞില്ല പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ചു തന്നേരം. ഘോരമുഖമായുണ്ടായ സങ്കരം കൊണ്ടൊരു സാരസ സംഭവനാദികൾ ചൊല്ലിനാ. പണ്ട് ലോകത്തിങ്കൽ ഇങ്ങനെയുള്ള പോരുണ്ടായതില്ല, ഇനി ഉണ്ടാകുകയുമില്ല. കണ്ടാലും ഈ ദൃശ്യം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ. യുദ്ധം പലരും പ്രശംസിച്ചു നിൽപ്പതേൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞു ദൃശ്യം. വാസരം 3 കഴിഞ്ഞോരനന്തരം വാസവ ദൈവതമസ്ത്രം കുമാരനും രാഘവൻ ചേർന്ന് കരയണ സന്ധിപ്പിച്ച് രാഘവൻ തൽപദാംഭൂരുഹം മാനസേ ചിന്തിച്ചുറപ്പിച്ചയച്ചാനത് ചെന്ന് പങ്ക്തി കണ്ടാത്മജൻ കണ്ടവും ഛേദിച്ച് സിന്ധുജലത്തിൽ മുഴുകി വിശുദ്ധമായ അന്തരാ തൂണിയിൽ വന്ന് പുക്ക് ശരം ഭൂമിയിൽ വീണിത് രാവണി തന്നോട് രാമൻ തീർന്നിത് ലോകത്രയത്തിനും. സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സൂചിച്ചിടിനാൽ. പുഷ്പങ്ങളും വർഷിച്ചാരുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാർ. നേത്രങ്ങളായിരവും വിളങ്ങി തഥാ ഗോത്രായുധാനും പ്രസാദിച്ചതേറ്റവും താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ. താപസന്മാരും ഗഗനചരന്മാരും ദുന്ദുഭിനാദവും ഘോഷിച്ചതേറ്റം ആനന്ദിച്ചാശു വിരിഞ്ചനും. അന്നേരം
ശങ്കാവിഹീനം ചെറുഞാണിലിട്ട് ശംഖം വിളിച്ചുളൻ സിംഹനാദം ചെയ്ത് വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ചരണാംബുജം കൂപ്പിനാൻ ഗാഠമായി ആലിംഗനം ചെയ്ത് രാഘവനോട് മോദം മുകർന്നിടിനാൻ. മൂർധനി ലക്ഷ്മണനോട് ചിരിച്ചരുളി ചെയ്ത് ദുഷ്കരമെത്രയും നീ ചെയ്ത കാര്യം. രാവണി യുദ്ധേ മരിച്ചത് കാരണം രാവണൻ താനും മരിച്ചാനറിയ നീ ക്രുദ്ധനായി നമ്മോട് യുദ്ധത്തിനായി വരും. പുത്രശോകത്താലിനി ദശഗ്രീവനം. രാവണന്റെ വിലാപം. ഇഥമന്യോനും പറഞ്ഞിരിക്കുന്ന നേരം പുത്രൻ മരിച്ചത് കേട്ട ഒരു രാവണൻ വീണത് ഭൂമിയിൽ മോഹം കലർന്നത് ക്ഷീണനായി പിന്നെയും വിലാപം തുടങ്ങിനാൻ. ഹാഹാ കുമാര മണ്ഡോദരീ നന്ദന, ആഹാ സുകുമാര വീര മനോഹര, മൽക്കർമ്മദോഷങ്ങൾ എന്ത് ചൊല്ലാവതും ദുഃഖമെന്തെന്ന് ഇതുള്ളിൽ ഞാൻ. വിണ്ണവർക്കും മുനിമാർക്കും ദ്വിജന്മാർക്കും ഇന്ന് നന്നായുറങ്ങിയിടുമാറായത് നമ്മയും പേടിയില്ലാർക്കും ഇനി ജന്മവും നിഷ്ഫലമായി വന്നതീശ്വര. പുത്രഗുണങ്ങൾ പറഞ്ഞു നിരൂപിച്ചും അത്തൽ മുഴുത്ത് കരഞ്ഞു തുടങ്ങി ഞാൻ. എന്നുടെ പുത്രൻ മരിച്ചത് ജാനകി തന്നോട് കാരണമെന്നതുകൊണ്ട് ഞാൻ കൊന്നവൾ തന്നോട് ചോര കുടിച്ചൊഴിഞ്ഞ് എന്നുമേ ദുഃഖമടങ്ങുകയില്ലമേ. ഖഡ്ഗവും ഓങ്ങി ചിരിച്ചലറി തത്ര നിർഗമിച്ചിടിനാൻ ക്രുദ്ധനാം രാവണൻ. സീതയും ദുഷ്ടനാം രാവണനെ കണ്ടു ഭീതയായി ഇത്രയും വേപതുഗാത്രിയായി ഹാ രാമ രാമ രാമേതി ജപത്തോടും ആരാമദേശേ വസിക്കും ദശാന്തരേ. ബുദ്ധിമാനായ സുപാർശൻ നയജ്ഞനത്യുത്തമൻ കർപ്പുര സത്തമൻ വൃത്തവാൻ രാവണൻ തന്നെ തടുത്ത് നിർത്തി പറഞ്ഞാവതെല്ലാം പറഞ്ഞിടിനാൻ. നീതികൾ ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിക നിർമ്മലൻ എന്ന് ജഗത്രയ സമ്മതം താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിനാവതല്ലോർക്കിൽ ഗുഹനും അനന്തനും ദേവദേവേശ്വരനായ പുരവൈരി സേവകന്മാരിൽ പ്രധാനനല്ലോ ഞാൻ ഭവാൻ. പൗലസ്ത്യനായ കുബേര സഹോദരൻ പൗലസ്ത്യനായ കുബേര സഹോദരൻ ത്രൈലോക്യവന്ദ്യനാം പുണ്യജനാധിപൻ സാമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ വാമദേവാധിവാസാജിതേന്ദ്രിയൻ വേദവിദ്യാവൃത സ്നാനപരായണൻ ബോധവാൻ ഭാർഗവശിഷ്യൻ വിനയവാൻ എന്നിരിക്കെ ഭവാൻ എന്ന് യുദ്ധാനന്തരെ നന്നത്രയും ഓർത്ത് കൽപ്പിച്ചതും സ്ത്രീവധമാകിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതും തവ ദുഷ്കീർത്തി വർധന. രാത്രീഞ്ചരേന്ദ്ര പ്രഭരാ പ്രഭു മയാ സാർത്ഥം വിരവോട് പോരിന മാനവന്മാരെയും വാനരന്മാരെയും മാനേന പോർ ചെയ്ത് കൊന്നുകളഞ്ഞു നീ ജാനകി ദേവിയെ പ്രാപിച്ചു കൊള്ളുക. മാനസതാപവും ദൂരെ നീക്കിയിടുക. നീതിമാനായ ശുപാർശൻ പറഞ്ഞത് യാതൊതാനാധിപൻ കേട്ട് സന്തുഷ്ടനായി ആസ്ഥാന മണ്ഡപേ ചെന്നിരുന്ന് എത്രയും ആസ്തയ മന്ത്രികളോടും നിരൂപിച്ചു. ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി പുഷ്കരമുഴുവൻ പുറപ്പെട്ട് ഇത് പോരിനായി ചെന്ന് രക്ഷോബലം രാമനോടേറ്റളവ് ഒന്നൊഴിയാതെ ഒടുക്കിനാൻ രാമനും. മന്നവൻ തന്നോട് തീർത്തത് രാവണൻ നിന്നു പൂർ ചെയ്താൻ അഭേദമായി നിർഭയം. പിന്നെ രഘുതമൻ ബാണങ്ങൾ എയ്തു പിന്നമാക്കിയിടിനാൻ രാവണദേഹവും
പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ട് ധീരതയും വിട്ടുവാങ്ങി ദശാനനൻ. പോരുമിനി മമ പോരുമെന്നോർത്തതേ ഏരുവായി ലങ്കാപുരം പുക്കാനന്തരം. രാവണന്റെ ഹോമവിഘ്നം. ശുക്രനെ ചെന്ന് നമസ്കരിച്ചത്രയും ശുഷ്കവദനായി നിന്ന് ചൊല്ലിയിടിനാൻ. അർക്കാത്മജാതിയാം മർക്കട വീരരും അർക്കാന്വയഭൂതനാകിയ രാമനും ഒക്കെ ഒരുമിച്ച് വാരിധിയും കടന്നിക്കര വന്ന് ലങ്കാപുരം പ്രാപിച്ച് ചക്രാരെയും മുഖ്യനിശാചരന്മാരെയും ഒക്കെ ഒടുക്കി ഞാനേക്കാകിയായത് ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായത് സൽഗുരു ഞാൻ ദിവ്യ ശിഷ്യനല്ലോ വിഭോ. വിജ്ഞാനിയാകിയ രാവണനാലിത് ജ്ഞാപിതനായ ശുക്രമഹാമുനി രാവണനോട് ഉപദേശിച്ചതെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക. ശീഘ്രമൊരു ഗുഹയും തീർത്ത് ശത്രുക്കൾ തോൽക്കും പ്രകാരം അതിരഹസ്യ സ്ഥലേ ചെന്നിരുന്ന സ്നേഹവും തുടങ്ങുക. വന്നുകൂടും ജയമെന്നാൽ നിനക്കെടൂ. വിഘ്നം വരാതെ കഴിഞ്ഞുകൂടുന്നാകിൽ അഗ്നികുണ്ഡത്തിങ്കൽ നിന്ന് പുറപ്പെടും ബാണതൂണീര ചാപശരാദികൾ. അഗ്നികുണ്ഡത്തിങ്കൽ നിന്നു പുറപ്പെടും ബാണതൂണീര ചാപാശ്വരാധാദികൾ. വാനവരാലും അജയനാം പിന്നെ നീ മന്ത്രം ഗ്രഹിച്ചു കൊള്ളുന്നോട് സാദരം. അന്തരമെന്നിയെ ഹോമം കഴിക്ക നീ ശുക്രമുനിയോട് മൂലമന്ത്രം കേട്ട് ഗണാധിപനാകിയ രാവണൻ പന്നകലോക സമാനമായി തീർത്തിത് തന്നുടെ മന്ദിരം തന്നിൽ ഗുഹാതലം. ദിവ്യമാം ഗവ്യഹവ്യാദി ഹോമായ സദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചു കൊണ്ടവൻ ലങ്കാപുരമൊക്കെ ബന്ധിച്ച് അതിൽ ശങ്കാവിഹീനമുഖം പൊക്കു ശുദ്ധനായി ധ്യാനമുറപ്പിച്ച് തൽഫലം പ്രാർത്ഥിച്ച് മൗനവും ദീക്ഷിച്ച് ഹോമം തുടങ്ങിനാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീരാമചന്ദ്രായ പരമജഗദ്ഗുരുവേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. നാരായണ 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 നാരായണ. ഹരി ഓം ഹരി ഹരി ഓം.